ഇപ്പൊ കൃഷ്ണകുമാറിനെ ദിയ കൃഷ്ണകുമാറിനെ കുഴിക്കാനായിട്ട് അല്ലെ അവരെ കുടുക്കാനായിട്ട് നടന്നവർ ജീവനക്കാർ തന്നെ അവർ ഇപ്പൊ ആകെ പൊളിഞ്ഞടുങ്ങി അല്ലേ. കാരണം അവരുടെയൊക്കെ എതിരായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അവർ പറയുന്നതെല്ലാം നുണയാണെന്ന് വരുന്നു. അവർ ഈ പിന്നെ സ്കാനർ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ കൃഷ്ണകുമാറിനെ ജയിലിലാക്കാനായിട്ട് നടന്നവർ ഇപ്പൊ സ്വയം ജയിലിലാകുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കുക? തീർച്ചയായിട്ടും. അതായത് കൃഷ്ണകുമാറിനെതിരെ ഇവർ കൗണ്ടർ കേസ് കൊടുത്തിട്ട് കൃഷ്ണകുമാർ ഇത്തരത്തിൽ അവരെ കെട്ടിയിട്ട് മർദ്ദിച്ച പോലെ പൈസ വാങ്ങിയെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അത് CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു. അതിൽ മനസ്സിലാക്കുന്നത് ഇവർ ഈ കവടിയാറിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന സമയത്ത് ഇവർ കാറിൽ വന്നിറങ്ങുമ്പോൾ ഒരു ഭീഷണിപ്പെടുത്തലോ ഒന്നുമില്ല. അതിനുശേഷം അവിടെ വെച്ച് വാക്കേറ്റം ഉണ്ടാകും. സ്വാഭാവികമായും വാക്കേറ്റം ഉണ്ടാകും. ഇത്രയും പൈസ പോയതാകുമ്പോൾ ഏത് മുതലാളിമാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ഒരു കച്ചവടം നടത്തുന്നവർ ഇത്രയും പൈസ പോകുമ്പോൾ ഒച്ചപ്പാടുണ്ടാകും. അപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളൊക്കെ ഇടപെട്ട് ശാന്തമാക്കി അവർ വീണ്ടും അവിടെ നിന്നിട്ട് കവടിയാറിൽ നിന്നിട്ട് അമ്പലമുക്കിലുള്ള വീട്ടിലേക്ക് പോവുകയാണ്. അമ്പലമുക്കിലുള്ള സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ട് അവിടുന്ന് ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ ഇവർ കൃഷ്ണകുമാറിൻ്റെ കാറിൽ ഈ 2 സ്റ്റാഫുകളും കയറുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് പുറകിലായി ഒരു വനിതാ സ്റ്റാഫ് അവരുടെ സ്വന്തം സ്കൂട്ടറിലാണ് പോകുന്നത്. അതിനെ ഫോളോ ചെയ്താണ് പോകുന്നത്. പിന്നെ കവടിയാർ ഓഫീസിലെത്തിയ ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഇവർ പറയുന്ന വാദങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പൈസ വാങ്ങിച്ചു, കെട്ടിയിട്ട് പൈസ വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏകദേശം 23 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കടയ്ക്കുള്ളിൽ വെച്ച് പീഡന ശ്രമം നടന്നു എന്നതടക്കമുള്ള അത്രയും വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിയ കൃഷ്ണകുമാറിനെതിരെയും വലിയ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കൗണ്ടർ കേസ് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. ഈ പൈസ 8 ലക്ഷം രൂപ ഇവരിൽ നിന്ന് വാങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇവരുടെ ഒരു യുവതിക്ക് ഒരു മാസം ഹസ്ബൻഡ് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ വെച്ച് അയച്ചു കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ തുച്ഛമായ പൈസയ്ക്ക് ഈ കടയിൽ ജോലി ചെയ്യണമെന്നില്ലല്ലോ. സ്വാഭാവികമായും അതൊക്കെ സംശയത്തിനിട നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു വാദം പറയുന്നത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ QR കോഡിലേക്ക് പൈസ ഇട്ടിട്ട് അത് കൃഷ്ണകുമാറും മകളും ചേർന്ന് വാങ്ങുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ടാക്സ് വെട്ടിക്കാനായിട്ട് കൃഷ്ണകുമാറിൻ്റെ ഈ സ്റ്റാഫുകളുടെ കയ്യിൽ പൈസ ഇടുവാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം 10,000 15,000 രൂപ വരുവാണെങ്കിൽ അത് വൈകിട്ട് ATM വഴി എടുത്ത് കൊടുക്കണമല്ലോ. അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൃത്യമായി കിട്ടും. അതെല്ലാം കള്ളമാണെന്നുള്ള വാദം തെളിയുകയാണ്. പിന്നെ ഇവർ ജാതി കാർഡ് ഇറക്കി നോക്കി. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഇവർ നിരന്തരം അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാതി കാർഡ് ഇറക്കാൻ നോക്കി. പക്ഷെ അതൊന്നും പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പിന്നെ ഈ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു BJP നേതാവായതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ആദ്യം കൃഷ്ണകുമാറിനെതിരായാണ് ഈ വാർത്ത വന്നത്. കൃഷ്ണകുമാർ ഇവരെ കെട്ടിയിട്ട് മർദ്ദിച്ചു. അപ്പോൾ അതൊരു വലിയ വാർത്തകളാക്കി മാറ്റിയിരുന്നു. പക്ഷേ പിന്നീട് സംഭവങ്ങൾ ഇങ്ങനെ വന്ന് കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുകയും ഇത് കൃഷ്ണകുമാറിന് അനുകൂലമായി വന്നപ്പം പതിയെ എല്ലാവരും ഇതങ്ങ് സ്കിപ്പ് ചെയ്തു. അത് സിനുജി ശ്രദ്ധിച്ചാൽ? അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കൃഷ്ണകുമാർ ആണ് പ്രതിസ്ഥാനത്ത് വന്നെങ്കിൽ കുറച്ചുകൂടെ വാർത്തകൾക്ക് പ്രാധാന്യമുണ്ട്, അങ്ങനെ ചെയ്തു. പക്ഷേ പിന്നീട് ഈ സോഷ്യൽ മീഡിയയിൽ കുറേ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ സംഭവങ്ങൾ ആകെ മാറി മറിഞ്ഞു. അതോടുകൂടി ഈ സ്ത്രീകൾ, അതായത് ഇവിടെ ജോലി ചെയ്യുന്ന വനിതകളായ സ്റ്റാഫുകൾ അവരുടെ മൊബൈൽ ഫോൺ കാണിച്ചിട്ട് അതിനകത്ത് QR കോഡ് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് സ്കാൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെയുള്ള തട്ടിപ്പ് നടത്തേണ്ട ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, വീട്ടിൽ വെച്ച് മാനസികമായിട്ട് പീഡിപ്പിച്ചു, അങ്ങനെ പണം നിർബന്ധപൂർവ്വം 8 ലക്ഷം രൂപ ആദ്യം മേടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ പറയുന്നതെല്ലാം കളവാണെന്ന് പിന്നെ ഈ ദൃശ്യങ്ങളിലൂടെയാണ് പുറത്തു വന്നത്. കാരണം അല്ല, ഈ കൃഷ്ണകുമാറിനെ അല്ലെങ്കിൽ ദിയയൊക്കെ നേരിട്ടറിയാവുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ പറയുന്നു ഞങ്ങൾക്ക് കാണിച്ച QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ ദിയയുടെയോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെയോ സ്ഥാപനത്തിൻ്റെ പേരൊന്നും വരുന്നില്ല, ഈ സ്റ്റാഫുകളുടെ പേരാണ് വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ്, ഇത് മറ്റു പ്രശ്നമാണ്, മറിച്ച പ്രശ്നമാണ് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒരു ഉടായ്പ ലക്ഷണമാണ് പറയുന്നത്. കൂടാതെ അവർ ലോക്കൽ പർച്ചേസ് നടത്തുന്ന സമയത്തും ഈ കൃത്യമായ ബില്ലൊന്നും തന്നെ ഈ ദിയയ്ക്കൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് ഇവരുമായി സംസാരിക്കുമ്പോൾ ഫോണിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഇവർ പൊട്ടിത്തെറിക്കുന്നു, വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. പക്ഷേ ഈ സംസാരിക്കുന്നത് കാശ് മുടക്കുന്നവന് ആ പണം തൻ്റെ ജീവനക്കാർ തന്നെ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന രോഷമായിരിക്കാം. കാരണം അയാൾ ഈ സ്ഥാപനത്തിൽ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ ജീവനക്കാരെ അത്രയും വിശ്വാസമുള്ളതാണ്. ഈ വിശ്വാസത്തേക്ക് മുഴുവൻ അവർ തകർത്ത് തരിപ്പണമാക്കി. മാത്രമല്ല ഇയാളെ 23 വർഷം ജയിലിൽ കിടക്കും. ആ രീതിയിൽ കേസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് വാർത്ത പുറത്തു വന്നത്. അന്നേരം മീഡിയക്ക് വലിയ ശ്രദ്ധയായി. മാത്രമല്ല പോലീസ് FIR ഇട്ട് പെട്ടെന്ന് തന്നെ അത് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരാളെ ഇപ്പോൾ ഒരു CPM നേതാവൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ ഒരു നിലപാടെടുക്കില്ല.
അത് ശ്രദ്ധിച്ചാൽ അറിയാം. കാരണം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ FIR ഇടുന്നു, മറ്റു കാര്യങ്ങളിലേക്ക് നടപടിക്രമങ്ങളിലേക്കൊക്കെ പോലീസ് വളരെ വേഗത്തിൽ കടക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഇതിൽ നിന്ന് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ഇത് ഈ ഒരു തുണിക്കടയോ മറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ബില്ല് ചോദിക്കും. കാരണം ചിലപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്ക് വാങ്ങുന്ന പാകമാകാത്തതാണെങ്കിൽ തിരിച്ചു കൊടുക്കാനൊക്കെ. ഇത് ഒരു ആഭരണക്കടയാണ്. അപ്പോൾ അവർ തന്നെ സ്വന്തമായി വന്ന് ഇഷ്ടമുള്ളത് വാങ്ങി പോവുകയാണ്. നമ്മളാണെങ്കിൽ ഒരു കടയിൽ ചെന്ന് അവിടെ QR കോഡ് പറയുമ്പോൾ അവിടുത്തെ മുതലാളി പറയുന്നത് ഇതിലേക്ക് ഇത് കംപ്ലൈൻ്റ് ആണ്, ഇതിലേക്ക് ഇടാൻ പറഞ്ഞാൽ നമ്മൾ പിന്നെ സംശയിക്കില്ലല്ലോ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, ഇവർ 15,000 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 3 പേരും ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ഇറക്കിയ നമ്പറാണ് ഈ പറഞ്ഞതുപോലെ അവർക്ക് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഞങ്ങളുടെ അതിനകത്ത് ഇടാൻ പറയും. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ പിറ്റേന്നോ പണം എടുത്ത് കൊടുക്കുന്നതിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്താൽ അതെല്ലാം അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ഇവർ പൊളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമാകുന്നത്. അത് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ കേസും ഈ പീഡന ശ്രമവും അതോടൊപ്പം തന്നെ ജാതിക്കാരുടെ ഇറക്കിയുള്ള ആക്ഷേപങ്ങളും ഒക്കെ പറയുന്നത്, തെറി വിളിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അതൊന്നും ഇനി വിലപ്പോവില്ലെന്നുള്ളതാണ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും CCTV ദൃശ്യങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ ഇവർ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പല മാധ്യമങ്ങളും ഇവർക്ക് അനുകൂലമായിട്ട് വാർത്തകൾ ചെയ്യാൻ ശ്രമിച്ച് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനി പണി പാളുമെന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ വാർത്ത സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമൊക്കെ ഇത് കൂടുതലായിട്ട് ക്യാരി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സാറ്റലൈറ്റ് ചാനലുകളുടെ അടക്കം ഈ വാർത്ത ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ BJP നേതാവാകുമ്പോൾ അതിനോട് കാണിക്കുന്ന ഒരു സമീപനവും ഒരു CPM നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവോ ആകുമ്പോൾ അതിപ്പോൾ കേരളീയ പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൃഷ്ണകുമാർ ഒരു CPM നേതാവായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല വാർത്ത വരിക. അത് ചർച്ചയും മറ്റ് ഹാപ്പനിങ് നൗവിലൊക്കെ അത് എടുത്ത് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് മാധ്യമങ്ങളടക്കം. ശരിക്കും പറഞ്ഞാൽ ഈ പണം തട്ടി എന്നുള്ളതിന് ഇനിയിപ്പോൾ അവർ സമ്മതിക്കുക. ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് എൻ്റെ 68 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു. അത് 8 ലക്ഷമാണ് മടക്കി കൊടുത്തത്. അപ്പോൾ 8 ലക്ഷം മടക്കി കൊടുത്തപ്പോൾ തന്നെ അവർ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഒരു ദൃശ്യത്തിൽ പുറത്ത് വന്നത് ഞങ്ങൾക്ക് 1,500 രൂപ കിട്ടിയാൽ ഞങ്ങൾ 500 വെച്ച് ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നതൊക്കെ തന്നെ അവരിൽ ഒരാൾ തന്നെ കുറ്റസമ്മതം നടത്തുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇത് എത്രയോ കാലമായി തുടരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ഇവർ കണ്ടുപിടിക്കണമെങ്കിൽ കുറേ സമയം എടുത്തിരിക്കാം. അങ്ങനെ സമയം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത് ഞങ്ങളെ ജാതീയപരമായി വളരെയധികം ആക്ഷേപിച്ചു, ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്, ഇയാളുടെ വീട്ടിലേക്ക് ഇവർ ബലപ്രയോഗിച്ച് കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് ഞങ്ങളെ മാനസികമായിട്ട് വല്ലാതെ പീഡിപ്പിക്കുന്നു, അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഇത് സമ്മതിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റാഫ് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ഒരു മാസം 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ അയച്ചു തരും, അതെൻ്റെ മൊബൈലിലേക്കാണ് അയച്ചു തരുന്നത്, അങ്ങനെ വരുന്ന പണം എൻ്റെ അക്കൗണ്ടിൽ കാണും സ്വാഭാവികമായിട്ട്. അപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യ ഒരുപക്ഷെ ഈ ദിവസം തുച്ഛമായി കിട്ടുന്ന ഒരു വരുമാനത്തിന് വേണ്ടി പോയി കടയിൽ നിൽക്കുമെന്നുള്ള സംശയം വരുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം. പക്ഷേ എങ്കിലും ഇതൊക്കെ ഈ കേസിൻ്റെ അന്വേഷണം വരുമ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു വീഴുന്ന അല്ല ദുർബലമായി പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കൃഷ്ണകുമാറിനെയും ദിയെയും മാധ്യമങ്ങൾ ഇത്രയും നാൾ കുറ്റവാളി എന്ന നിലയിൽ അല്ലെ ഒരു പക്ഷത്ത് നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം ഇത് കൃഷ്ണകുമാറിൻ്റെ ഭാഗത്താണ് ന്യായം, എങ്കിൽ നമ്മൾ പോകണ്ട, മൈൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ നിലപാടെടുക്കുന്നു, പോലീസ് നിലപാടെടുക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവർ ഒരു ഓപ്പൺ ഫാമിലിയാണ്. അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളടക്കം അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ ഇപ്പോൾ പറയാറുണ്ട് ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മക്കൾ വഴിയാണ്. കാരണം അവർക്ക് യൂട്യൂബ് ചാനലും അവർ ഭയങ്കര റീച്ചുള്ളൊരു ഫാമിലിയാണ്. നടി അഹാനയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം അങ്ങനെ ഒരു കുടുംബമാണ് അവരുടേത്. അവർ എല്ലാം തുറന്ന് മറ്റുള്ള കേരളീയ പൊതുസമൂഹത്തോടെ എല്ലാം തുറന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് അറിയാനൊക്കെ ഓരോരുത്തർക്കും കൗതുകമുണ്ട്. പിന്നെ 5 സ്ത്രീകൾക്കിടയിൽ ഒരു പുരുഷൻ എന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു കുടുംബമാണ്. പക്ഷേ എന്നാൽ പോലും ഈ മാധ്യമങ്ങളടക്കം ഈ ഒരു BJP ലേബൽ അത് കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അത് പക്ഷേ അതൊരു നീതി കിട്ടേണ്ട ഒരു ആവശ്യത്തിൽ ന്യായത്തിന് വേണ്ടി നിൽക്കാതെ ഉള്ള ഈ ഇത്തരം സമീപനങ്ങളോട് കേരളീയ പൊതുസമൂഹം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.